എന്താണോ ഇത്? ഏത്? നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് റിവ്യൂ പറയാം. പക്ഷെ ഇപ്പൊ റിവ്യൂ എന്ന് പറയുന്നത് വ്യക്തിഹത്യ ചെയ്യുന്നതിലേക്ക് മാറി. കണ്ണ് തെറ്റി ഇയാൾ ചെയ്തു വെക്കുന്ന വൃത്തികേടുകൾ കണ്ടില്ലേ? എന്നെ വിശ്വസിച്ചൊരു കുടുംബം അവിടെ ഉണ്ട്. അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരേ ഒരു ആളാണ് ഞാൻ. ജനിച്ചു പോയല്ലേ സാറേ, ജീവിക്കണ്ടേ. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എപ്പോഴും ഹീറോ തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാൻ ഹീറോ ആണ്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ ഹീറോ ആണ്. കാരണം ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? അന്നത്തെ സംഭവത്തിന് ശേഷം കാട്ടിക്കൂട്ടിയ കഴിവേറുതരത്തിന് കയ്യും കണക്കൂല. അവിടെ അനീഷ് ഗോപാൽ നന്നായില്ല എന്ന് പറയാം. ഇതിപ്പോ എന്താണെന്നറിയോ, എനിക്ക് ആ വ്യക്തിനെ പോലെ അറിയുമ്പോല്ല. അനീഷ് ഗോപാൽ ഊള. ഈ ഊച്ചാളി അനീഷ് ഗോപാലിന്റെ അടുത്ത് തല്ല് വാങ്ങിക്കുന്നു. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ധ്രുവൻ മൊണ്ണ. പക്ഷെ ഈ ധ്രുവനെ പോലത്തെ ഒരു മൊണ്ണേഷ് കുമാർ ഒരു പൊട്ടൻ. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിടത്തില്ല ഞാൻ. ഇതൊക്കെയാണ് റിവ്യൂ. ഇങ്ങനെ ഇത് ആരാണ് ഇതിന് അധികാരം കൊടുത്തത്? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? എൻ്റെ ഭാര്യ ഭയങ്കര ഗ്ലൂമി ആയി പോയി. ചിരിച്ചോണ്ടിരുന്ന എൻ്റെ മക്കള് പെട്ടെന്ന് ഇതായിപ്പോയി. ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അവരച്ഛനെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മക്കൾ രണ്ടുപേരും അപ്പനെ ഇതെന്താ അമ്മ അച്ഛൻ ഏപ്പടത്തിലൊക്കെ അഭിനയിച്ചോ? അവര് ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാള് പരമനാറിയാണെന്ന്. അന്ന് എല്ലാവരും കൂടെ എന്നെ കുറിച്ച് കയറ്റി. ഞാൻ അശ്വന്ത് ഗോക്കിനോടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, റിവ്യൂ പറയുമ്പോ നീ വെള്ളടിച്ചിട്ടാണ് പറഞ്ഞത്. കള്ള് കുടിച്ചാ വെല്ലോന്റെ മെക്കെട്ട് കയറി രണ്ട് തല്ലും കൊണ്ട് തന്തക്കും തള്ളക്കും വിളിയും കേട്ട് വാളും വെച്ച് സ്വസ്ഥമായി കിടന്നുറങ്ങണം. ഞാൻ അവനെ ഫോൺ ചെയ്തു. അപ്പൊ അവനോട് പറഞ്ഞാണ് ഞാൻ അണ്ടറിനെ അടിച്ചിട്ട് ഒരു ഓളത്ത് പറഞ്ഞു പോയതാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. എന്റെ വൈഫിനെ അവസാനം സൈക്കാട്രിനെ കാണിക്കേണ്ടി വന്നു ഇവൻ കാരണം. இப்பதான் உன்னை சரியா புரிஞ்சுக்கிட்டேன். നീ തപ്പാനവൻ. നീ തപ്പാനവൻ താ. ആ നയന ആത്മഹത്യയിലേക്ക് പോകേണ്ട അവസരം ഇവ ഉണ്ടാക്കി വെച്ചു. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പാ അതിനെ. ഇയാൾക്ക് എന്തിന്റെ സൂക്കടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സിനിമയെ കുറിച്ച് പറയൂ. കാരണം ഇവൻ ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസർ ആണെന്നുള്ള കാര്യം ഇവൻ മറന്നു വന്നു. ഓത്തിനോട് വേറെ വന്നിട്ട് ഒരു കാര്യമില്ല. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ പറഞ്ഞത് വളരെ കറക്റ്റ്. ഞാൻ ഫോൺ ചെയ്ത സമയത്ത് അയ്യോ ഞാനേ വൈഫിനോട് പറയണ്ടേ, അയ്യോ ഞാൻ അപ്പൊ അവളൊന്നും മിണ്ടിയില്ല. മാധവേട്ടൻ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. മക്കളും മിണ്ടിയില്ല. അവൻ പറഞ്ഞു അല്ല ഞാൻ അങ്ങനെ അച്ഛനെ ഉദ്ദേശിച്ചല്ലോ കേട്ടോ മക്കളെ. അതെ, പുറത്താരോടും പറഞ്ഞ് ഞങ്ങളെ നാറ്റിക്കരുതെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു എന്ന് പറ. ഞാൻ ആ ക്യാരക്ടറിനെ പറഞ്ഞു. അപ്പോഴും ഞാൻ അവനോട് പറയണ്ടേ, ക്യാരക്ടറിനെ പറയുകയാണെങ്കിൽ അമർ എന്ന് പറഞ്ഞിട്ട് പറയണം. ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേറിട്ട് കളയും ഞാൻ. നയന എൽസ എന്ത് ലൈംഗിക ചേഷ്ടല്ലത്. സിനിമ ഞാൻ നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. ചില സിനിമകളൊക്കെ മോശം സിനിമകൾ തന്നെ ആയിരിക്കും. പക്ഷെ അതിനൊരു മാന്യതയുണ്ട്, ഒരു റെസ്പെക്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കുറച്ച് നാളായി നിന്നെ ഞാൻ നോട്ടമിട്ടിട്ട്. കൂടുതൽ ഓവറാക്കിയ ചവിട്ടിക്കൂട്ടി ഞാൻ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട്